ഒടുവിൽ ഡോക്ടർ MK റാം അറസ്റ്റിൽ. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിൽ മുഖ്യപ്രതി ഡോക്ടർ MK റാമിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. തലശ്ശേരി SCST കോടതി അനുമതി നൽകിയതോടുകൂടിയാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ കോടതി ഇന്നും രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ശരത് SSI വാർത്തയുടെ വിവരങ്ങൾ നൽകും. ശരത്ത്, 3 മാസം അയാൾ ഒളിവിലായിരുന്നു, ഒടുവിൽ അറസ്റ്റ് ചെയ്യുന്നു. പക്ഷേ സുപ്രീം കോടതി അനുശാസിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോലും ചെയ്യാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല. പിന്നീട് കോടതി DYSP ഒക്കെ വിളിച്ച് കുടയുന്നത് നമ്മൾ കണ്ടു. ഒടുവിൽ കോടതിയുടെ അനുമതിയോടുകൂടി ഒരു വിധത്തിൽ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു. അന്വേഷണ സംഘത്തിന് ചെറിയൊരു ആശ്വാസമെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കോടതിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് ശരത്? ഷിയാസ്, അതായത് ഇന്ന് രാവിലെയാണ് നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതി MK റാമിനെ വീണ്ടും അറസ്റ്റ് ചെയ്യണമെന്ന അന്വേഷണ സംഘത്തെ ആവശ്യം കോടതി പരിഗണിച്ചത്. ആ സമയത്ത് മുൻ DYSP കൂടിയായ മുൻ അന്വേഷണ ഉദ്യോഗസ്ഥനും DYSP കൂടിയായ സുധീർ കല്ലനെ കോടതിയിൽ വിളിച്ചു വരുത്തുകയും ചെയ്തു. പക്ഷേ കോടതി അതിരൂക്ഷ ഭാഷയിൽ തന്നെയാണ് ഇന്നും DYSPയെ വിമർശിച്ചത്. ഒപ്പം അറസ്റ്റ് ചെയ്തതിലെ വീഴ്ച സംബന്ധിച്ച കാര്യങ്ങൾ വിശദമാക്കാൻ കോടതി തന്നെ വിളിച്ചു വരുത്തി അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ വാക്കാൽ ഈ അറസ്റ്റ് സംബന്ധിച്ച കാര്യങ്ങൾ അദ്ദേഹത്തോട് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ രേഖാമൂലം നൽകുന്നതിൽ വീഴ്ച പറ്റിയിരുന്നു എന്നുള്ളതാണ് എന്തായാലും സുധീർ കുമാർ കോടതിയെ ബോധ്യപ്പെടുത്തിയത്. പക്ഷേ അതിരൂക്ഷമായ രീതിയിൽ തന്നെ അദ്ദേഹത്തെ വിമർശിക്കുകയും ചെയ്തു. ഒപ്പം ഇതിൽ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ തുടർ നടപടികൾ നടക്കും. അതായത് വകുപ്പ് തല നടപടിയിലേക്ക് ശുപാർശ ചെയ്യേണ്ടി വരുമെന്നടക്കമുള്ള കാര്യങ്ങൾ കോടതി മുന്നറിയിപ്പായി തന്നെ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. എന്തായാലും കോടതി ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ആവശ്യം കൂടി പരിഗണിച്ച് വീണ്ടും അറസ്റ്റ് ചെയ്യാനുള്ള ആവശ്യത്തിന് അനുമതി നൽകുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കോടതി അനുമതി ലഭിക്കുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് ഹാജരായിരുന്നു. കണ്ണൂരിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഏകദേശം 2:30 തന്നെ അദ്ദേഹം ഭാര്യയ്ക്കൊപ്പം എത്തി ഹാജരാവുകയാണ് ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ അന്വേഷണ സംഘം രേഖപ്പെടുത്തി കഴിഞ്ഞു. നിലവിൽ രണ്ടാഴ്ചത്തേക്ക്, അതായത് 14 ദിവസത്തേക്കാണ് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിനിടയിൽ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി തന്നെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നാളെ തന്നെ കസ്റ്റഡി അപേക്ഷ നൽകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം നാളെ ഈ മുൻ ഉദ്യോഗസ്ഥരായ ഈ ക്രൈംബ്രാഞ്ച് SP വേണുഗോപാലിനെയും ഒപ്പം ക്രൈംബ്രാഞ്ച് DYSP ആയ സുധീർ കല്ലനെയും ഹൈക്കോടതി കൂടി വിളിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി അതിരൂക്ഷ ഭാഷയിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ വിമർശിച്ചത്. അതായത് DYSP ആയിട്ട് പോലും എന്തുകൊണ്ടാണ് ഒരു വീഴ്ച വരുത്തിയത്, പ്രാഥമിക നടപടികൾ പോലും സ്വീകരിച്ചില്ല എന്നടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥനും പ്രതിയും ഒപ്പിക്കുകയാണ് തുടങ്ങി അതിരൂക്ഷമായ ഭാഷയിലായിരുന്നു ഹൈക്കോടതി ഭാഗത്ത് വിമർശനം ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ ഹൈക്കോടതി ഇവരോട് നാളെ കോടതിയിൽ ഹാജരാകാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ശരി.